+1 അഡ്മിഷൻ കാത്തിരിക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡേറ്റുകളുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പല കുട്ടികൾക്ക് ഇപ്പോൾ അതിൽ ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ ഡേറ്റ്സും കാര്യങ്ങളും പറഞ്ഞുതരാം. ഈ ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ കാര്യത്തിൽ മുൻ വർഷങ്ങളിലൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞിട്ടായിരിക്കും കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ നടക്കുക. അത് ഇത്തവണയും മാറ്റില്ല. അത് എല്ലാ വർഷത്തെയും പോലെ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി കോട്ട ആസ് ഇറ്റ് ഈസ് പോകുന്നു. അതിന്റെ ഡേറ്റുകൾ കൂടി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആ ഡേറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പം പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിറ്റി കോട്ടയുടെ അപേക്ഷകൾ വിതരണം ചെയ്യുന്ന തീയതി എന്ന് പറഞ്ഞാൽ 10-ാം തീയതി, അതായത് ജൂൺ 10-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് വീഡിയോ ചെയ്യുന്ന ഈ മൊമെന്റ് തൊട്ടിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ അപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റീവ് സ്കൂൾസും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ട് അപ്ലിക്കേഷൻ സെപ്പറേറ്റ് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പ്രത്യേക അപേക്ഷകളുണ്ട്. അതിൻ്റെ ഡാറ്റ എൻട്രി ആരംഭിക്കുന്നത് 10-ാം തീയതിയാണ്, സെയിം ഡേ തുടങ്ങും. ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ടത് 1/7 ജൂലൈ 7-ാം തീയതി ആകുമ്പോൾ അതിൻ്റെ ഡാറ്റ എൻട്രി ഇതാവേണ്ടത്. റാങ്ക് ലിസ്റ്റ്, സെലക്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി 2-ാം തീയതിയാണ്. സോ ജൂലൈ 2-ാം തീയതിയാണ് കമ്മ്യൂണിറ്റിയുടെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്നത് അതേ ദിവസം ആരംഭിക്കും. അതായത് പ്രഖ്യാപിച്ച അന്ന് തൊട്ട് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. മുഖ്യഘട്ട പ്രവേശനം അവസാനിപ്പിക്കുന്നത്, അതായത് മെയിൻ അലോട്ട്മെന്റ് ഘട്ടങ്ങൾ അവസാനിപ്പിക്കുന്നത് 5-ാം തീയതി ആയിരിക്കും. ഓക്കെ, അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ സപ്ലിമെന്ററി ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഒരു സെപ്പറേറ്റ് ഘട്ടമുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിലെ ആദ്യ ഘട്ടങ്ങളിൽ ഫില്ലാവാത്ത സീറ്റുകൾക്കായിരിക്കും സപ്ലിമെന്ററി ഘട്ടം ഉള്ളത്. അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് അത് 6/7, അതായത് സപ്ലിമെന്ററിക്ക് ഇതുവരെ അപ്ലൈ ചെയ്തവർക്ക് പിന്നെ ഓൾറെഡി അപ്ലൈ ചെയ്തവർ അത് അപ്ലൈ ചെയ്യണ്ട. നിലവിൽ അപ്ലൈ ചെയ്ത എസ്പെഷ്യലി തോറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഈ വർഷം SSLC പാസ്സാവാത്ത അവർക്കൊക്കെ ആയിരിക്കും സപ്ലിമെന്ററി ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ എവിടെയും അപ്ലൈ ചെയ്യാത്തവർക്കൊക്കെ അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എപ്പോഴാണ്, കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ വിതരണം ആരംഭിക്കുന്ന തീയതി ജൂലൈ 6-ാം തീയതിയാണ്. അതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി, അല്ല അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത് എന്നാണ്, 9-ാം തീയതി ആയിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. അഡ്മിഷനും അതേ ദിവസം തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രവേശനം അവസാനിപ്പിക്കുന്ന തീയതി 10/7 അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ കേസിൽ മുഖ്യഘട്ടവും സപ്ലിമെന്ററി ഘട്ടവും ഉണ്ട്. മുഖ്യഘട്ടത്തിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഓൾറെഡി അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വരിക ജൂലൈ 2-ാം തീയതിയാണ്, ആഫ്റ്റർ ആദ്യത്തെ 3 അലോട്ട്മെന്റ്സ്. പിന്നെ അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി 2-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ടാണ് സപ്ലിമെന്ററി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിത് ഒരിക്കലും ഈ കോട്ടയിൽ സീറ്റ് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ വേഗം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്, ബൈ.